പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാം ഗിരം പാർത്ഥസ്യാർത്തിഹരോ ദേവഃ കൃപാമൂർത്തിഃ സ പാതു നഃ. ഹരി ഓം. എല്ലാവർക്കും ശ്രദ്ധയും ഭക്തിയും ഉണ്ടാവണം. അതിനു മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. തുളസീദാസിന്റെ ഒരു ശ്ലോകമുണ്ട്, രാമചരിതമാനസത്തിലെ ആരംഭത്തിൽ വരും. പാർവതി പരമേശ്വരന്മാരെ സ്തുതിക്കുകയാണ്. ഭവാനീ ശങ്കരൗ വന്ദേ ശ്രദ്ധാ വിശ്വാസരൂപിണൗ യാഭ്യാം വിനാ ന പശ്യന്തി സിദ്ധാഃ സ്വാന്തസ്ഥം ഈശ്വരം. ഭവാനീ ശങ്കരൗ വന്ദേ ശ്രദ്ധാവിശ്വാസരൂപിണോ. പാർവതി പരമേശ്വരന്മാരെ വാഗർത്ഥാവിവ സംപൃക്തൗ വാഗർത്ഥപ്രതിപത്തയേ ജഗതഃ പിതരൗ വന്ദേ പാർവതി പരമേശ്വരൗ. വാക്കും അതിന്റെ അർത്ഥവും പിരിച്ച് നിർത്താൻ പറ്റില്ലല്ലോ. അതുപോലെയാണ് ശ്രദ്ധയും വിശ്വാസവും. രണ്ടും വേറെയല്ല, ഒന്ന് തന്നെയാണ്. ഉത്തമ കാര്യത്തില് ഭഗവത് വിഷയത്തില് വിശ്വസിക്കാൻ ഉള്ള ചോയ്സ് നമുക്കുണ്ട്. ആളുകൾ അവർക്ക് തോന്നുന്നതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ലോ അല്ലേ? പലപ്പോഴും രാഷ്ട്രീയമൊക്കെ ഒരു വിശ്വാസമായിട്ടാണ് മാറിയിരിക്കുന്നത്, വലിയ ഭക്തി. കേരളത്തിൽ കണ്ടാൽ അറിയാലോ, ഒരു ഭക്തി ലഹരിയാണത്. ഇത് ഭഗവാന്റെ അടുത്ത് വന്നിരുന്നുവെങ്കിൽ നന്നാവുമായിരുന്നു. ഇത്രയധികം അത് ഈശ്വര വിശ്വാസമായിരുന്നുവെങ്കിൽ സത്യവും വൈരാഗ്യവും സത്യനിഷ്ഠയും ധർമ്മനിഷ്ഠയും ഒക്കെ വരുമായിരുന്നു. അത്രയും പവറുണ്ട് എന്നർത്ഥം ആളുകളുടെ ഉള്ളിൽ. വിശ്വസിക്കാനുള്ള പവറുണ്ട്. ഒരു ഹാലളകിയ പോലെയുള്ള വിശ്വാസമാണ്. മൊത്തത്തിലൊരു സമൂഹ ജനതയ്ക്ക് മുഴുവനും തലയ്ക്ക് സുഖമില്ലാതാവുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കും. അതൊക്കെ എങ്ങനെ? ഒരു വിശ്വാസത്തിന്റെ പേരില്. അതേ വിശ്വാസം സത്യത്തിനോടും ധർമ്മത്തിനോടും ത്യാഗത്തിനോടും ഒക്കെ വന്നിരുന്നുവെങ്കിൽ എത്ര നന്നാവും. പക്ഷെ നമുക്ക് ലോകസാമാന്യത്തിന്റെ വിഷയം ഇവിടെ പറയാനില്ല. നമ്മൾക്കാണ് ഓരോരൊരിക്കലും സങ്കല്പം, പ്രാർത്ഥന വേണ്ടത്. അതാണ് യാ ദേവി സർവഭൂതേഷു ശ്രദ്ധാരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. യാതൊരു ദേവി എല്ലാവരുടെ ഉള്ളിലും ശ്രദ്ധയായിട്ട് ഉറങ്ങിക്കിടക്കുന്നുണ്ടോ? യോ യത് ശ്രദ്ധഃ സയേവ സഹ. ആരിൽ എന്ത് ശ്രദ്ധയുണ്ടോ അത് തന്നെ അവൻ എന്നാണ്. യാദൃശീ യാദൃശീ ശ്രദ്ധ സിദ്ധിർഭവതി താദൃശി. എങ്ങനെ ശ്രദ്ധയുണ്ടോ അതുപോലെ സിദ്ധി. അതിന് അനുസരിച്ചുള്ള വിഷയങ്ങളിൽ ആഭിമുഖ്യമുണ്ടാവും, ഫാസിനേഷൻ ഉണ്ടാവും. അതേപോലെ ഈ ശ്രദ്ധ ഭക്തിയില് അല്ലെങ്കിൽ ജ്ഞാനത്തില് ആത്മവിചാരത്തില് വന്നു കഴിയുമ്പോൾ ചിത്തം ഒരു വിഷമവും കൂടാതെ ഏകാഗ്രപ്പെട്ടു വരും. വിഷമമേ ഇല്ലാതെ വളരെ ലളിതമായിട്ട് ചിത്തം ആത്മധ്യാനത്തിൽ പ്രവേശിക്കും. ഇല്ല, നിങ്ങളിപ്പോ സരളമായ ഒരു ഭക്തിമാർഗാണെങ്കിൽ ഭഗവൻ നാമ ജപത്തില് ശ്രദ്ധയുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എനിക്ക് ജപിക്കാൻ പറ്റണില്ല എന്നൊന്നും കംപ്ലൈന്റേ ഉണ്ടാവില്ല. ആ ശ്രദ്ധയുടെ ഊക്കുകൊണ്ടാണ് ഒരു വാൽമീകി മരാ 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 എന്ന് പറഞ്ഞ് മഹർഷിയായത്. ശ്രദ്ധയുടെ ബലം കൊണ്ടാണ് പല മഹാപുരുഷന്മാരും
അധ്യാത്മമായി വളരെ ഉയർന്നു വന്നത്. ശ്രദ്ധ എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. അതൊരു ക്രൂഡ് ഓയിൽ പോലെയാണ്. ഈ ക്രൂഡ് ഓയിൽ പതുക്കെ പതുക്കെ അതിനെ റീഫൈൻ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ അത് മേലെ 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 വന്ന് ഏവിയേഷൻ ഓയിലായിട്ട് മാറും. റോക്കറ്റ് വിടാം. അത് തന്നെയാണ് പെട്രോളും ഡീസലും ഒക്കെ ആയിട്ട് എനർജി ആവണത്. അതുപോലെ നമ്മളുടെ ചിത്തം തപസ്സുകൊണ്ട്, ചിത്തത്തിലുള്ള ആഭിമുഖ്യങ്ങളൊക്കെ തപസ്സുകൊണ്ട് ശുദ്ധമായി, സത്സംഗം കൊണ്ട്, മുഖ്യമായും സത്സംഗം കൊണ്ട്, സ്വയം തെരഞ്ഞെടുത്ത തപസ്സുകൊണ്ടൊന്നും അത്ര എളുപ്പത്തിൽ സാധിക്കില്ല. സത്സംഗത്തിന്റെ ബലം കൊണ്ട് ശുദ്ധമാവും തോറും ശ്രദ്ധയായിട്ട് മാറും. തപസാ ശ്രദ്ധാ ശ്രദ്ധയാ മേധാ മേധയാ മനീഷ മനീഷയാ മനോ മനസാ ശാന്തി. ശാന്തിക്ക് പടിയാണ്. ശാന്തിയിൽ നിന്നും മനനരൂപമായ ചിത്തം, ശാന്ത്യാ ചിത്തം. പിന്നെ സ്വരൂപസ്മൃതി. ഇങ്ങനെ പോയി ആത്മജ്ഞാനത്തിന് അധികാരിയായിട്ട് തീരുന്നു എന്ന് ശ്രുതി അത് ആ സന്ദർഭത്തിനെ മംഗളപരിപൂർത്തി കൊണ്ടുവരികയാണ്. അപ്പൊ ശ്രദ്ധയ്ക്ക് ഒരു പ്രാർത്ഥന ഭഗവാനോട്, ഭഗവാനെ എനിക്ക് നല്ല ഭക്തി, ശ്രദ്ധ ഭക്തി. അടുത്തപടി എന്താ അറിയോ? ധ്യാനയോഗം. ശങ്കരാചാര്യർ പറഞ്ഞു, ഉപനിഷത് വാക്യമാണത്. അതിനെ കോട്ട് ചെയ്തുകൊണ്ട് വിവേക ചൂടാമണിയിൽ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, ശ്രദ്ധാ ഭക്തി ധ്യാനയോഗാൻ മുമുക്ഷോഹോ മുക്തേർ ഹേതൂൻ വക്തി സാക്ഷാത് ശ്രുതേർഗീഹി. ശ്രുതിയുടെ വാക്യം, ശ്രുതിവചനമാണ് ശ്രദ്ധാ ഭക്തി ധ്യാനയോഗാൻ മുമുക്ഷോഹോ മുക്തേഹേ ഹേതൂന് വക്തി. മുക്തിക്കുള്ള കാരണമായിട്ട് തീരുന്നു ശ്രദ്ധയും ഭക്തിയും ധ്യാനയോഗവും. ശ്രദ്ധ ലൗകിക വിഷയത്തിലാണെങ്കിൽ അതിനോട് ഭക്തി, ആഭിമുഖ്യം ഉണ്ടാവും. പിന്നെ അതിനെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടേയിരിക്കും. ശ്രദ്ധ ഭഗവത് വിഷയത്തിലാവുമ്പോ അതിൽ ആഭിമുഖ്യം, പ്രിയമുണ്ടാവും. പതുക്കെ 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 ധ്യാനയോഗം ഉണ്ടാവും, സമാധിസ്ഥിതി ഉണ്ടാവും. ഭാവസമാധിയും അങ്ങനെയാണ് ഉണ്ടാവുക, ജ്ഞാനസമാധിയും അങ്ങനെയാണ് ഉണ്ടാവുക, യോഗസമാധിയും അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പൊ ഇതൊക്കെ ശ്രദ്ധ കാരണമാണ് വരുന്നത്. ആ ശ്രദ്ധയെ ഭഗവാൻ സാധനാ വിഷയത്തിൽ പറയുമ്പോൾ ആഹാര വിഷയത്തിലുള്ള ശ്രദ്ധയെക്കുറിച്ച് പറഞ്ഞു. ചിലർ ഈ നാച്ചുറോപ്പതി വളരെ പ്രബലമായിട്ട് പിടിച്ചിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്, പ്രകൃതി ചികിത്സ. അതിൽ തന്നെ ചിലർ പറയണത് ഇതിന് സത്സംഗം വേണം, കോൺസ്റ്റന്റ് ആയിട്ട് അതിനെക്കുറിച്ച് കേൾക്കണം, ആ ചികിത്സ ചെയ്യുന്ന ആ പ്രകൃതി ജീവനത്തിലുള്ള ആളുകളുമായിട്ട് പഴകണം. അല്ലെങ്കിലുണ്ടല്ലോ ഈ സമൂഹത്തിന്റെ സാമാന്യ ഭക്ഷണത്തിന്റെ നടുവിൽ നിന്നാൽ അത് പെട്ടെന്ന് ചോർന്നു പോകും, ധൈര്യം ചോർന്നു പോകും. അതുകൊണ്ട് അതിന് ധൈര്യമുള്ള ആളുകളുടെ ഒരു സപ്പോർട്ട് അവിടെയും വേണം. അപ്പൊ ആഹാര വിഷയത്തിലും സത്സംഗം വേണം. ശ്രദ്ധ സാത്വികമാകുമ്പോ ഭക്തിക്ക് കാരണമായിട്ട് തീരുന്നു. ദേവദ്വിജ ഗുരു പ്രാജ്ഞ പൂജനം ശൗചമാർജവം ഇതൊക്കെ വരും. അനുദ്വേഗകരം വാക്യം, മനഃപ്രസാദ സൗമ്യത്വം, ശരീരത്തിന്റെ തപസ്, വാക്കിന്റെ തപസ്, മനസ്സിന്റെ തപസ്സൊക്കെ വരും. ഇതൊക്കെ ഈ അധ്യായം കഴിഞ്ഞിട്ട് നമ്മൾ ഇരുന്ന് ധ്യാനിക്കണം. ദിവസം ഭഗവത്ഗീത എടുത്തു വെച്ച് അംബ ത്വാം അനുസന്ധധാമി ഭഗവത്ഗീതേ ഭവദ്വേഷിണീം. ഇതാണല്ലോ ധ്യാന ശ്ലോകം അല്ലേ? ആ ഗീതയുടെ അപ്രോച്ച് എങ്ങനെ ഇരിക്കണം എന്നാണ്. ആ ഗീതയെ എടുത്തു വെച്ചുകൊണ്ട് ആ ഭക്തിയൊന്നും നമുക്ക് വന്നിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ടിയിരിക്കുന്നു. നോർത്തിലൊക്കെ പോയി കഴിയുമ്പോഴേ അവര് രാമായണം ഭാഗവതമൊക്കെ പറയുമ്പോൾ ആ പുസ്തകമൊക്കെ നല്ല പട്ടുകൊണ്ട് പൊതിഞ്ഞ് തലയിൽ വെച്ച് ആ ഗ്രന്ഥത്തിനെ ആരാധിച്ച്
അർച്ചന ചെയ്ത് ആരാധിച്ചൊക്കെയാണ് തുടങ്ങുക. നമ്മൾ വളരെ കാഷ്വലായിട്ടാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. അംബ ത്വാം അനുസന്ധധാമി. എല്ലാത്തിലും ഒരു ഭക്തി വരണം. തൊട്ടു നോക്കാതെ അങ്ങനെ ഉള്ളിൽ മതി, വെളിയിൽ വേണ്ട. ഇതൊക്കെ യുക്തിവാദമാണ്. വേഗം നെല്ലിക്ക തളം കെട്ടാനായി എന്നർത്ഥം തലയിൽ. ആർദ്രഭാവം വരണല്ലേ. അപ്പോ അംബ ത്വാം അനുസന്ധധാമി. ഭഗവത്ഗീതയാണ് എനിക്ക് അമ്മ. ഗാന്ധിജി പോലും പറഞ്ഞു, എനിക്കൊരു അമ്മയുണ്ട്, എന്തെങ്കിലുമൊക്കെ വിഷമം വരുമ്പോ ആ അമ്മയുടെ അടുത്ത് പോയി ഇരുന്നാൽ എന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. നിത്യപാരായണത്തില് ഒരു മണിക്കൂർ. ഇപ്പൊ ഈ ഗീത 18 അധ്യായം പാരായണം എന്ന് വെച്ചാൽ സ്വസ്ഥമായിട്ട് പാരായണം ചെയ്യുന്ന ഒരു 2 മണിക്കൂർ, പതുക്കെ പറഞ്ഞാൽ ഒരു 2.5 മണിക്കൂർ പാരായണം ചെയ്യാനുള്ള വകുപ്പുണ്ട്. 3 മണിക്കൂറും ആവാം. അപ്പൊ എന്താ ഒന്ന് ആലോചിച്ച്, വലിയ ലാഭം എന്താ അറിയോ? ഈ 24 മണിക്കൂറിൽ 3 മണിക്കൂർ പോയി. നല്ല കാര്യമായി. അപ്പൊ നിത്യപാരായണം എന്നുള്ളത് ഒരു വലിയ തപസ്സാണ്. സ്വാധ്യായം എന്ന് പറയണതിനെ വേദം പറയണു ദേവപവിത്രം. ദേവപവിത്രമാണെന്നാണ്. അങ്ങനെ നമ്മളെ പവിത്രമാക്കുന്നു, പരിശുദ്ധമാക്കുന്നു സ്വാധ്യായം. അതുകൊണ്ട് ഗീതയില് ഒരു ശ്രദ്ധ വരണം, ഭാഗവതത്തില് ഒരു ശ്രദ്ധ വരണം. അത് ഭഗവാനോട് പ്രാർത്ഥന ചെയ്ത് ചോദിക്കണം. ഏത് സ്വാധ്യായത്തിനിരിക്കുമ്പോഴും യാ ദേവി സർവഭൂതേഷു ശ്രദ്ധാരൂപേണ സംസ്ഥിത, യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത, യാ ദേവി സർവഭൂതേഷു സ്മൃതിരൂപേണ സംസ്ഥിത, യാ ദേവി സർവഭൂതേഷു. സത്സംഗത്തിലെ ഈ 3 മുഖ്യം. ശ്രദ്ധ, സ്മൃതി, ബുദ്ധി. വേണമെങ്കിൽ ഭ്രാന്തിയും ചേർക്കാം. ഭ്രാന്തി രൂപേണ സംസ്ഥിത. തെറ്റായ ജ്ഞാനം, ഭ്രമം ഉണ്ടാവരുത്. അതിനെയൊക്കെക്കാളും വലിയ മുഖ്യമായ ഒരു ദേവിയുണ്ട്. യാ ദേവി സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിത. നമസ്തസ്യൈ 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 നമോ നമഃ. ഇതൊക്കെ പറഞ്ഞിട്ട് വേണം പാരായണത്തിനോ സത്സംഗശ്രവണത്തിനൊക്കെ ഇരിക്കാനായിട്ട്. എല്ലാവരുടെ ഉള്ളിലുണ്ട് ഈ ദേവത. ഈ ദേവതയെ ഉണർത്തണം. ഈ ദേവതയെ ഉണർത്തിയാൽ രക്ഷപ്പെട്ടു. ശ്രദ്ധാബലം ഉണ്ടെങ്കിലുണ്ടല്ലോ സാക്ഷാത്കാരം കയ്യിലിരിക്കുന്ന നെല്ലിക്ക പോലെ സിദ്ധിക്കും. ആനന്ദഗിരി എന്ന് ശങ്കരാചാര്യർക്കൊരു ശിഷ്യനുണ്ടായിരുന്നു. ബാക്കി ശിഷ്യന്മാരൊക്കെ നല്ല വിദ്വാൻമാരാണ്, നല്ല പഠിച്ചവരാണ്, ശാസ്ത്രജ്ഞരാണ്. സുരേശ്വരൻ, മണ്ഡലമിശ്രൻ നല്ല വൈദിക വാങ്മയം, നല്ല സ്വയം സിദ്ധമായ, ഭാരതം മുഴുവൻ പ്രസിദ്ധനായ ഒരു യാജ്ഞികൻ, ശ്രൗതശാസ്ത്രം അറിയുന്ന ആളാണ്. പത്മപാദാചാര്യരും മഹാവിദ്വാനാണ്. ഈ ആനന്ദഗിരിക്ക് അങ്ങനെ ഒന്നും അറിയില്ല. ഇതല്ലാതെ ഈ 4 പേര് മാത്രമൊന്നുമല്ല കേട്ടോ, ഒരുപാട് ശിഷ്യന്മാർ ശങ്കരാചാര്യർക്ക് ഉണ്ടായിരുന്നുണ്ട്. അതുകൊണ്ട് 4 ശിഷ്യന്മാരെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിക്കേണ്ട. ഏന വിശ്വം അനന്ധകാരമഭവത്, യൈഹി വിശ്വം അനന്ധകാരമഭവത് യസ്യസ്മ ശിഷ്യൈഹി ഇദം എന്നാണ് സുരേശ്വരാചാര്യരെ സ്തുതിച്ചിരിക്കുന്നത്. യാ ശൈലാദ് ഉദയാസ്തഗിരിതഃ ഭാസ്വദ്യശോരശ്മിഭിഃ വ്യാപ്തം വിശ്വം അനന്ധകാരമഭവത് യസ്യസ്മ ശിഷ്യൈരിതം.
യാ ശൈലാത് ഉദയാസ്തഗിരിതഃ. ഹിമാലയം മുതൽക്ക് സമുദ്രസേതു പര്യന്തം എന്ന് പറയാം, എല്ലാ സ്ഥലത്തും യസ്യസ്മ ശിഷ്യൈഹി, ആരുടെ ശിഷ്യന്മാരെ കൊണ്ട് വിശ്വം അനന്ധകാരമായിട്ട് തീർന്നു, ഇരുളറ്റതായിട്ട് തീർന്നു. തസ്മൈ ശങ്കരഭാനവേ, ആ ശങ്കരനാവുന്ന സൂര്യൻ. ബാക്കി ശ്ലോകങ്ങളൊക്കെ പിന്നീട് വന്ന ആളുകൾ എഴുതിയതാണ്. ഇത് ശങ്കരാചാര്യരുടെ നേരിട്ടുള്ള ശിഷ്യനായ സുരേശ്വരാചാര്യരുടെ സ്തോത്രമാണ്. അതുകൊണ്ട് നേരിട്ട് കണ്ട ആളുടെ എഴുതിയതാണ്. യസ്യസ്മ ശിഷ്യൈരിതം ഭാസ്വത് ആരാത് ജ്ഞാനഗഭസ്തിഭി പ്രതിഹതഃ ചന്ദ്രായതേ ഭാസ്കരഃ. സൂര്യൻ ചന്ദ്രനായിട്ട് പോയി എന്നാണ്, അത്രയും ജ്യോതി. ആരാത് ജ്ഞാനഗഭസ്തിഭി പ്രതിഹതശ്ചന്ദ്രായതേ ഭാസ്കരഃ തസ്മൈ ശങ്കരഭാനവേ തനുമനോ വാഗ്ഭിർനമസ്യാത് സദാ എന്ന് സുരേശ്വരാചാര്യരുടെ സ്തുതിയാണ്. അപ്പൊ അവരൊക്കെ മഹാവിദ്വാൻമാരായിരുന്നു. വിദ്വാൻമാരായ ധാരാളം പണ്ഡിതന്മാരും അറിവുള്ളവരും ബുദ്ധിശാലികളും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. ഈ ആനന്ദഗിരിക്ക് അതൊന്നും അറിയില്ല. എവിടെയോ ശങ്കരാചാര്യർ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ശിഷ്യന്മാരുമായിട്ടൊക്കെ കൂട്ടത്തോടെ ഇങ്ങനെ പോകുമ്പോൾ, അങ്ങനെ യാത്രയായിരുന്നല്ലോ ജീവിതം മുഴുവനും. കുറച്ചു കാലത്തെ ആയുസ്സിനകം വലിയ കാര്യം ചെയ്യേണ്ടിയിരുന്നു. ഒരു 32 വയസ്സിനകം എത്രയോ ഗ്രന്ഥരചനകളും ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളൊന്നുമില്ല. നടന്നു പോണം. എന്തൊരു വലിയ ഉദ്യമമാ. കേരളത്തിൽ നിന്ന് തുടങ്ങി മധ്യപ്രദേശെത്തി, മധ്യപ്രദേശിൽ നിന്ന് കാശിയിലേക്ക് പോയി, കാശിയിൽ നിന്നും ഹിമാലയത്തിലേക്ക് പോയി. ഇല്ലേ, നിങ്ങൾ ആത്മതീർത്ഥം വായിച്ച കൂടെ യാത്ര ചെയ്യാം. അങ്ങനെ ഭാരതം മുഴുവൻ പലവട്ടം യാത്ര ചെയ്ത് പോകുന്ന വഴിയിൽ പലരും ഒരു ജീവൻ മുക്തന്റെ യാത്രയുടെ പ്രയോജനം എന്താണ്? യോഗവാസിഷ്ഠത്തിലൊരു ശ്ലോകമുണ്ട്. ശ്ലോകം ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല. ജ്ഞാനികളും അങ്ങനെ മറ്റുള്ളവരുമായിട്ട് ഈ വസ്തു പകർന്നു കൊടുക്കാതെ എവിടെയെങ്കിലുമൊക്കെ പോയി തനിച്ചിരുന്നു എന്ന് വെച്ചാൽ, ഈ ജ്ഞാനത്തിനായി ആശിച്ചിരിക്കുന്ന മുമുക്ഷുക്കൾ എന്ത് ചെയ്യും എന്നൊരു ചോദ്യത്തോടെയുള്ള ഒരു ശ്ലോകമാണ്. അത് നമ്മൾ ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ ആർക്കാർക്ക് അർഹതയുണ്ടോ അവർക്ക് ഗുരുവിനെ എവിടെയാണെങ്കിലും കിട്ടും. പക്ഷേ ഇതൊരാവശ്യവുമാണ് ലോകത്തില്. സജ്ജനങ്ങൾക്ക് ആ ഭക്തി ഹൃദയത്തില്, ഈ മഹാപുരുഷന്മാരുടെ യാത്ര കൊണ്ട് ക്ഷേത്രങ്ങളൊക്കെ തന്നെ സംസ്കരിക്കപ്പെടുന്നു. ആളുകൾക്കുള്ള ശ്രദ്ധയും വിശ്വാസവും ഒക്കെ ബലപ്പെടുന്നു. പലപ്പോഴും കൊച്ചുകുട്ടികളൊക്കെ അങ്ങനെയൊക്കെ യാത്ര ചെയ്യുമ്പോഴാണ് ആരെങ്കിലുമൊക്കെ മഹാത്മാക്കളെ കണ്ട് അവരുടെ ഉള്ളിൽ എവിടെയോ കിടക്കും. എപ്പോഴോ ആയിരിക്കും. നമ്മുടെ ആശ്രമത്തിൽ, രമണാശ്രമത്തില് ഓഫീസില് ജോലി ചെയ്തിരുന്ന ഒരാളുണ്ടായിരുന്നു. അക്കൗണ്ട് എഴുതുക. TRS എന്ന് വിളിക്കും. അദ്ദേഹം തഞ്ചാവൂരിൽ എവിടെയോ ഗ്രാമമാണ്. അദ്ദേഹത്തിന് 9 വയസ്സുള്ളപ്പോ കാഞ്ചി പരമാചാര്യർ, ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി സ്വാമികൾ ആ ഗ്രാമത്തില് യാത്ര ചെയ്ത് വരികയും ഒരു വീട്ടിൽ ക്യാമ്പ് അന്നൊക്കെ അത്രയേ ഉള്ളൂ. ഒരു വലിയ അറേഞ്ച്മെന്റ്സ് ഒന്നുമില്ല. ഒരു വീട്ടില് ചന്ദ്രമൗളീശ്വർ പൂജയൊക്കെ ആയിട്ട് താമസം. അപ്പോ ഒരു ദിവസം രാവിലെ സ്വാമികൾ പുറത്തു വന്നു. വലിയ ആളുകളും അറേഞ്ച്മെന്റ്സും ഒന്നും ഉണ്ടാവില്ല. പുറത്തു വന്ന് നിന്നിട്ട് മുമ്പിൽ ഒരു പയ്യനിരിക്കണ്ട. ആ പയ്യനെ വിളിച്ചു. ഇവിടെ വരൂ, എനിക്ക് കുറച്ച് ചുടുവെള്ളം വേണം, കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പൊ ഈ പയ്യൻ പോയി അവിടുന്ന് ചുടുവെള്ളം കൊണ്ടു കൊടുത്തു. ഇതാണ് ഇൻസിഡന്റ്. ഈ TRS അദ്ദേഹം ഒരു
40-45 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം ആണെന്ന് തോന്നുന്നു. അതാണ് സന്ദർഭം തോന്നുന്നു. അപ്പോ പരമാചാര്യരെ കാണാൻ കാഞ്ചീപുരത്തിൽ ആശീർവാദത്തിനായിട്ട് പോയി. തിരക്കിൽ കുറെ ആളുകളുണ്ട്. അപ്പൊ നല്ല തിരക്ക്, വലിയ വലിയ ആളുകളും ഒക്കെ ഉണ്ട്. ആ തിരക്കിന്റെ ഇടയിൽ നിൽക്കുമ്പോ ഡയറക്റ്റായിട്ട് സംസാരിക്കില്ല. അടുത്ത് നിൽക്കുന്ന ആളോട് സംസാരിച്ച് ചോദിക്കൂ എന്ന് പറയുന്നു. അവൻ കിട്ട കേള്, അവൻ ഇന്ത ഗ്രാമമാ കേള് എന്ന് പറഞ്ഞു. ചോദിച്ചു, ആ ഗ്രാമത്തിന്റെ പേര് പറഞ്ഞു. അതാണോ? അതേ. എനിക്ക് இத்தனை வருஷம் முன்னாடி இவன் தான் வெந்நீர் கொண்டு தந்தானா. 45 വർഷം മുമ്പ് ചുടുവെള്ളം കൊണ്ട് തന്നത് ഇവനാണോന്ന് ചോദിച്ചു. അപ്പോ ഇത് മെമ്മറിയാണോ? മെമ്മറി ഒന്നുമല്ല, അവരെ കാണുമ്പോ അതങ്ങോട്ട് റിഫ്ലക്റ്റ് ആയി, അത്രയേ ഉള്ളൂ. ഇത് അവർക്കൊരു ചെറിയൊരു ഇൻസിഡന്റ് ആണെങ്കിലും ആ ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഒരു മഹാപുരുഷൻ, ഞാൻ ആരുമല്ല. ഇപ്പോഴും അവിടെ ആശ്രമത്തിൽ നിന്ന് പോകുമ്പോഴേ അദ്ദേഹത്തിന് വൈദികമായിട്ടോ ലൗകികമായിട്ടോ ഒരു ഇമ്പോർട്ടൻസും ഇല്ല. ലൗകികമായിട്ട് അദ്ദേഹം പണക്കാരനോ ഒന്നുമല്ല, വൈദികമായിട്ട് വേദാധ്യയനമോ ശാസ്ത്രജ്ഞാനമോ ഒന്നുമില്ല, യാതൊരു യോഗ്യതയും പറയത്തക്കയില്ല. എങ്കിലും ഒരു ചുടുവെള്ളം കൊണ്ട് കൊടുത്തത്. അപ്പൊ ഒന്ന് ഓർത്തുകൊള്ള, നിങ്ങളൊരു പൂവെടുത്തിട്ടാലും ഭഗവാൻ ഓർമ്മ വെച്ചോണ്ടിരിക്കും. നിങ്ങളൊരു പഴം കൊണ്ട് നേദിച്ചാലും ഈശ്വര ഇതൊക്കെ ഭഗവാൻ ഓർമ്മ വയ്ക്കുമെന്ന് വെക്കണം. ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോഴാണ് അറിയാം നമുക്കത്. അപ്പോ യാത്ര ഇതിനാണ്. ഈ യാത്ര സമയത്ത് എവിടെയോ ഒരു ദർശനം ഉണ്ടായി, എന്തോ ഉള്ളിൽ ലോഡ്ജായി, ഉള്ളിൽ എവിടെയോ കുട്ടികളുടെ ഉള്ളിലൊക്കെ കിടക്കുന്നു. പല ആളുകളെയും കാണാനുണ്ട് ഞാൻ. ചിലരൊക്കെ മഹാവിദ്വാൻമാരായി, ശാസ്ത്രവിദ്വാനായിട്ട് ഒരാളെ കണ്ടു, നല്ല ശാസ്ത്രജ്ഞൻ, പണ്ഡിതൻ. എന്നിട്ട് വന്ന് നമസ്കരിച്ചിട്ട് പറഞ്ഞു, സ്വാമി 20 വർഷം മുമ്പ് സ്വാമിയുടെ മുമ്പിലിരുന്ന് ഞങ്ങളൊക്കെ ഗീത കേട്ടതാണെന്ന് പറഞ്ഞു, കുട്ടികളായിട്ട്. എവിടെയോ വീണ വിത്താണ്, എവിടെയോ പോയി എപ്പോഴോ മുളച്ച്, എവിടെയെങ്കിലുമൊക്കെ കാണും. അപ്പൊ ഈ സത്സംഗത്തിന്റെ പ്രയോജനം, ശ്രദ്ധ ആളുകളുടെ ഉള്ളിൽ ഇങ്ങനെ വിത്തുപാകണം. അല്ലാതെ ഇത് ക്ലാസ് അല്ല, അക്കാഡമിക്സ് അല്ല, പഠിപ്പിക്കലല്ല. അതിങ്ങനെ വിത്ത് പാകിക്കൊണ്ട് പോവുകയാണ്. അത് മുളച്ചുവോ മുളച്ചില്ലയോ എന്ന് നോക്കുന്നത് നമ്മുടെ ജോലിയല്ല. അത് എവിടെയെങ്കിലുമൊക്കെ മുളയ്ക്കും, എപ്പോഴെങ്കിലുമൊക്കെ മുളയ്ക്കും, എങ്ങനെയെങ്കിലുമൊക്കെ മുളയ്ക്കും. ആ ശ്രദ്ധയുടെ വിത്ത് പാകലാണ്. ഭഗവാൻ ഈ ശ്രദ്ധയ്ക്ക് വളരെ പ്രാധാന്യം കൊടുത്തു. ആചാര്യസ്വാമികളുടെ യാത്രയിൽ അങ്ങനെ എവിടെയോ കണ്ട ഒരു കുട്ടിയാണ് ഈ ഗിരി. ശങ്കരാചാര്യരുടെ കൂടെ ഞാനും വരട്ടെന്ന് ചോദിച്ചു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ചോദിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ആ കൂട്ടത്തിൽ അങ്ങോട്ട് കയറി നടന്നു. തുളസീദാസിന്റെ കഥയൊക്കെ അങ്ങനെയാ. 10 കുട്ടികളാണ് അവരുടെ അച്ഛന്, 10 തോന്നും. കണ്ണു കാണില്ല ഈ കുട്ടിക്ക് ജന്മന. ആ വീട്ടിലെല്ലാവരും അബാൻഡൻഡ്, ഉപേക്ഷിച്ചു. പൈസയൊന്നുമില്ല, ദാരിദ്ര്യമാണ്. എല്ലാ കുട്ടികൾക്കും വസ്ത്രം എടുക്കും. ഇവനിപ്പോ വസ്ത്രം കൊണ്ട് പ്രയോജനമൊന്നുമില്ലല്ലോ, വസ്ത്രം എടുക്കില്ല. അപ്പൊ ആ കുട്ടിയുടെ ഉള്ളിലൊരു ശോകമുണ്ട്. നാമസങ്കീർത്തനം ചെയ്തുകൊണ്ട് പോകുന്ന കുറെ ആളുകളുടെ പുറകെ അങ്ങോട്ട് നടന്നു, വസ്ത്രം പോലും ഇല്ലാതെ. ഭജന ചെയ്തുകൊണ്ട് ആരോ തെരുവിൽ പോകുന്നു സാധുക്കൾ. അതാണ് ആ സാധുക്കളുടെ ഉള്ളിലെ ഒരു എക്സ്റ്റസി, ഒരു സമാധി ഉണ്ടായി. അവരുടെ കൂടെ പോയി കുറച്ചു ദിവസം പോയി. അവരെവിടെയോ ഒരു ഗ്രാമത്തിലാക്കിയിട്ട് അവർ പോയി. പക്ഷെ അവിടുന്ന് ഇനീഷ്യേഷൻ ആയി ഉള്ളിൽ. അവിടെ ഇരുന്നു കുറച്ചു കാലം. മഹാപുരുഷന്മാരൊക്കെ ഇങ്ങനെ ഉണ്ടാവണം, എവിടെയോ ഒന്ന് തൊട്ട്. അങ്ങനെ ഈ ആനന്ദഗിരി ആചാര്യസ്വാമികളുടെ കൂടി യാത്ര ചെയ്തു. ധാരാളം ഗുരുസേവ ചെയ്തു. എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു. എല്ലാവർക്കും ഗിരിയെ വളരെ ഇഷ്ടമാണ്. എല്ലാവർക്കും ഗിരിയോട് വളരെ പ്രിയമാണ്. പക്ഷെ ഗിരിക്ക് ശാസ്ത്രമൊന്നും അറിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. ശാസ്ത്ര വിഷയങ്ങളൊന്നും അറിയില്ല.
അതുകൊണ്ട് അയാളെ കാര്യമായിട്ടൊന്നും ഗണിക്കില്ല. പക്ഷേ ഗുരു ഭഗവത്പാദർ ഗിരിക്ക് എല്ലാ മഹാവിദ്വാൻമാരായ ശിഷ്യന്മാർക്ക് എന്തൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു അത്രയും പ്രാധാന്യം ഗിരിക്കും കൊടുത്തു. എന്താണെന്ന് വെച്ചാൽ ഗിരി വരാതെ ഉപനിഷത്തോ ഗീതയോ ബ്രഹ്മസൂത്രമോ എന്തൊക്കെയാണെങ്കിലും ആരംഭിക്കില്ല. ഗിരി വന്നിരിക്കണം. ഇവർക്കത് കുറച്ച് തമാശായിട്ട് എല്ലാം കുറച്ച് പഠിക്കുമ്പോഴേ നമുക്കൊരു ഒരു ഒരു കളിയാക്കണ ബുദ്ധി വരും, ഒരു പരിഹാസ ബുദ്ധി അതിൻ്റെ കൂടെ വരും. അത് കൂടെ വരും. അതതിൻ്റെ സ്വഭാവമാണത്. അപ്പൊ ബാക്കിയുള്ളവരതൊന്നും സീരിയസ് ആയിട്ട് കണക്കാക്കിയില്ല. ഒരു ദിവസം ഗിരി നദിയിൽ തുണി അലക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറെ നേരമായിട്ട് വന്നില്ല. ബാക്കിയുള്ളവർക്കൊക്കെ ആ ഗുരുവചനം കേൾക്കാനുള്ള ആഗ്രഹം. അപ്പൊ അവരൊക്കെ കൂടെ ശങ്കരാചാര്യരോട് പറഞ്ഞു, ഞങ്ങൾ എത്ര നേരമായിട്ട് ഇരിക്കുന്നു, തുടങ്ങാലോ, നേരം വൈകുന്നു. അപ്പോ ഭഗവത്പാദർ പറഞ്ഞു, ഗിരി വന്നില്ല. ഗിരി തുണി അലക്കിക്കൊണ്ടേയിരിക്കുകയാണ്, വളരെ നേരമായി, ഗിരി വന്നില്ല. കുറച്ചുനേരം പിന്നെയും കാത്തിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ആരോ ഒരു കമന്റ് അടിച്ചു. ഈ കഥയൊക്കെ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇവിടെ, എങ്കിലും ഓരോരിക്കലും ഭാഗവതം പോലെ പുതിയതാണത്. ആരോ ഒരു കമന്റ് പാസ്സാക്കി, ഗിരി ഇപ്പൊ വന്നാലും അയാൾക്കൊന്നും അറിയില്ലല്ലോ. ആ ഒരു റിമാർക്ക് പക്ഷെ നോക്കൂ, എന്തെങ്കിലും ഒരു കാരണം വേണം പുറത്തുനിന്നേ. അത് പറഞ്ഞതും ശങ്കരാചാര്യർക്ക് ഉള്ളില് അഭാവം ഉണ്ടായി. ഗിരിയെ ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ട് ആ കരുണ, ആ കൃപാശക്തി പ്രവഹിച്ചു. ബാക്കിയുള്ളവരൊന്നും അപ്പം മനസ്സിലാക്കിയില്ല. ആചാര്യസ്വാമി സമാധിസ്ഥിതനായിട്ടിരുന്നു. കുറച്ചുനേരം കഴിയുമ്പോ നദിയിൽ ചെന്ന ആ കുട്ടി തിരിച്ചു വരുമ്പോ പോയ ആളല്ല തിരിച്ചു വരുന്നത്. തലേ ദിവസം വേറെ കണ്ടിട്ടുണ്ട്, ഇന്ന് രാവിലെ കണ്ടിട്ടുണ്ട്. ആ ആളല്ല ഇപ്പോ. തേജോമയമായിട്ട് അനുഭൂതിയുടെ മുഖം, സമാധിസിദ്ധമായ ഒരു മുഖം, ഒരു പ്രസന്നത. അത് കണ്ടപ്പോ തന്നെ സുരേശ്വരാചാര്യരും പത്മപാദരും ഒക്കെ മനസ്സിലാക്കി ഇയാൾക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ടായിരിക്കുന്നു. നേരെ വന്ന ആള് ഭാവുകനായിട്ട് ആചാര്യ ഭഗവത്പാദരുടെ ചരണത്തിൽ വീണ് തോടകവൃത്തത്തില് 8 ശ്ലോകങ്ങൾ, തോടകാഷ്ടകം ചൊല്ലി, വിദിതാഖില ശാസ്ത്രസുധാജലധേ महितोपनिषत्कथितार्थनिधे हृदये कलये विमलम् शरणम् भव शङ्करदेशिकमे शरणम्. എന്താ ഈ അറിവിന് പുറകിലുള്ള രഹസ്യം എന്ന് വെച്ചാൽ, ഭവയേവ ഭവാനി തിവേനിതരാം സമജായത ചേതസി കൗതുകിത മമ വാരയ മോഹമഹാജലധിം ഭവ ശങ്കരദേശികമേ ശരണം. ഭവയേവ ഭവാൻ, തന്റെ സദ്ഗുരുനാഥനെ ശങ്കരാചാര്യരെ ഭവയേവ പരമേശ്വര സ്വരൂപമാണ്, ശിവസ്വരൂപമാണെന്ന് കണ്ടു. ആ ഒരു ഭാവം വന്നതും സർവശാസ്ത്രങ്ങളും ജ്ഞാനവും ഒക്കെ ഹൃദയത്തിൽ പ്രകാശിച്ചു. ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഹൃദയത്തിൽ പ്രകാശിച്ചു. നമസ്കരിച്ച ശങ്കരാചാര്യർ പറഞ്ഞു, ഇനിമേലാൽ ഗിരിയെ തോടകാചാര്യർ എന്ന് വിളിക്കണം. തോടകവൃത്തത്തില് ഈ സ്തുതി എഴുതിയത് മാത്രമല്ലാതെ ശ്രുതിസാര സമുദ്ധരണം എന്ന് പറഞ്ഞ് തോടകവൃത്തത്തിൽ തന്നെ മറ്റൊരു കൃതിയുമുണ്ട്. വേദാന്ത ശാസ്ത്രം വളരെ ഗംഭീരമായിട്ട്. ഈ അറിവൊക്കെ എവിടുന്ന് വന്നു? ശുദ്ധമായ ഭക്തി, നിഷ്കളങ്കമായ ഭക്തി ഈ ജ്ഞാനത്തിന് ഇരിപ്പിടമായിട്ട് തീർന്നു. ശ്രദ്ധയും ഭക്തിയും കൂടിയാൽ ഒരു ക്ഷണനേരത്തെ ധ്യാനയോഗം മതി സത്യം സാക്ഷാത്കരിക്കാനായിട്ട്.
ഒരു ക്ഷണനേരത്തിലേക്ക് ആ ധ്യാനയോഗം ഉണ്ടായി കഴിയുമ്പോൾ ആത്മജ്ഞാനം ഉണ്ടാവും, സ്വരൂപസ്ഫൂർത്തി ഉണ്ടാവും. അതാണ് ഗിരിക്ക് ഉണ്ടായത്. നചികേതസിന്റെ കഥ നമ്മൾ കണ്ടു, അതിലും അതാണ്. ഒരു ക്ഷണനേരം ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞു, മൃത്യുവിനെ കണ്ടു, അമൃതത്വവും കണ്ടു. രമണ മഹർഷിയുടെ കഥ ഏതാണ്? ഒരു ക്ഷണനേരം ശ്രദ്ധ ഉള്ളിൽ ഉണർന്നു, മൃത്യുവിനെ ഒരു വശത്ത് കണ്ടു, അമൃതത്വം ഒരു വശത്ത് കണ്ടു. അനിത്യമാണ് ഇതൊക്കെ എന്ന് കണ്ടു, നിത്യമായ വസ്തുവിനെയും സാക്ഷാത്കരിച്ചു കഴിഞ്ഞു. ഇതേപോലെ ശ്രദ്ധ ഉള്ളിലുണ്ടെങ്കിൽ ഗുരുവാക്യ ശ്രവണമാത്രത്തില് സാക്ഷാത്കാരം ഉണ്ടാവും. ബ്രഹ്മത്തിനെ ശ്രുതി നിർദ്ദേശിക്കുന്നു, അത് സത്ത് ആണെന്ന്, ഇരുപ്പ്, അസ്തിത്വം. തത്വമസി എന്ന മഹാവാക്യത്തിലെ ആ തത്, ആ ബ്രഹ്മം നമ്മളുടെയൊക്കെ ഉള്ളില് സത്ത്. ന അഭാവോ വിദ്യത്തെ സതഃ, ന അസതഃ വിദ്യത്തെ ഭാവഃ. നാമരൂപാത്മകമായിട്ടുള്ളതിനൊന്നും ഇരുപ്പില്ല, പക്ഷെ സത്തിന് അഭാവമേ ഇല്ല. നിത്യനിരന്തരം ചിത്തായിട്ട്, ബോധമായിട്ട് നമ്മളുടെ ഹൃദയത്തില് പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, ഞാൻ എന്നുള്ള അനുഭവത്തിന്റെ മൂലമായിട്ട്. ഇത് മൂന്നും ഒന്നാണ്. അതാണ് ഉപദേശസാരം. സത്വഭാസിക ചിത്ക്വവേതര സത്തയാഹി ചിത് ചിത്തയാഹി അഹം. സത്ത് ചിത്ത് അഹം. അതിനെ വേദവാക്യം പ്രണവസഹിതം ഒരു മന്ത്രമായി ഉപദേശിക്കുകയാണ്. വൈദിക കർമാനുഷ്ഠാനങ്ങൾക്കൊക്കെ നടുവിൽ ഇടയ്ക്കിടയ്ക്ക് ഈ മംഗളവാക്യം, ഈ മഹാവാക്യം ചൊല്ലാറുണ്ട്. പക്ഷെ അത് ദക്ഷിണ വാങ്ങിക്കുമ്പോൾ ചൊല്ലുന്നത് കൊണ്ട് എന്താന്ന് വെച്ചാൽ അസോസിയേഷൻ കൊണ്ട് ആളുകൾ വിചാരിക്കുന്നത് അത് ദക്ഷിണ വാങ്ങിക്കാനുള്ള മന്ത്രമാണെന്നാണ്. ഓം തത്സത് ഇതി നിർദ്ദേശോ ബ്രഹ്മണസ്ത്രിവിധ സ്മൃതഃ ബ്രാഹ്മണാസ്തേന വേദാശ്ച യജ്ഞാശ്ച വിഹിതാഃ പുരാ. ഓം തത്സത്. ഇത് ശ്രവണമാത്രത്തില് ജ്ഞാനം ഉണ്ടാവും. ഓം എന്നുള്ളത് ഒരു ശ്രദ്ധയെ ആകർഷിക്കാനുള്ള മംഗളവാക്യമാണ്. തത്സത്, ആ തത്വമസി എന്ന മഹാവാക്യത്തിലെ ആ തച്ഛബ്ദം ബ്രഹ്മം, അത് നിന്റെ ഉള്ളില് ജീവനായിട്ട്, സത്ത് ആയിട്ട്, അസ്തിത്വമായിട്ട് പ്രകാശിക്കുന്നു. ഇതി നിർദ്ദേശ നിശ്ചയേന ഉപദേശ നിർദ്ദിശ്യതേ അനേന ഇതി നിർദ്ദേശ. അടുത്ത് കാണിച്ചു തരിക, ഇതാ അത്രൈവ സത്വാത്മനിധി ഗുഹായാം. ഇവിടെ തന്നെ നല്ല സാത്വികമായ ഹൃദയഗുഹയില് അനുഭവിക്കാം ആ സത്, അസ്തിത്വം. ബ്രഹ്മണഃ ത്രിവിധഃ സ്മൃതഃ. ബ്രഹ്മത്തിനെ ഓം തത്സത് എന്ന് നിർദ്ദേശിച്ചു, മൂന്ന് വിധത്തില്. അതുകൊണ്ട് ബ്രാഹ്മണരെയും പറയുന്നു, വേദത്തിനെയും പറയുന്നു, യജ്ഞത്തിനെയും പറയുന്നു. വേദം ശാസ്ത്രമാണ്, യജ്ഞം വഴിയാണ്, ബ്രാഹ്മണൻ അനുഭൂതിമാനാണ്. ഈ മൂന്നിനും ഓം തത്സത് എന്ന മംഗളവാക്യത്തിനെ, മംഗളശബ്ദത്തിനെ നിർദ്ദേശിക്കുന്നു. ത്രിവിധ, ഓം എന്നും തത്ത് എന്നും സത്ത് എന്നും. ഇങ്ങനെയുള്ള മംഗളവാക്യമായതുകൊണ്ട് ഇത് പറഞ്ഞുകൊണ്ട് തന്നെ യജ്ഞം, ദാനം, തപസ്, ക്രിയകൾ എല്ലാം വേദവിധിപ്രകാരമുള്ള അനുഷ്ഠാനങ്ങളൊക്കെ ഓം തത്സത് എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയാണ്. തസ്മാദോമിത്യുദാഹൃത്യ
യജ്ഞദാനതപഃക്രിയാഃ പ്രവർത്തന്തെ വിധാനോക്താഃ സതതം ബ്രഹ്മവാദിനാം. തസ്മാത് അതുകൊണ്ട് ഓം ഇതി ഉദാഹൃത്യ, ഓം ഇതി ഉച്ചാര്യ, ഓം എന്ന് ഉച്ചരിച്ചുകൊണ്ട്, എന്ന് വെച്ചാൽ തത് സത് എന്നുള്ളത് ഓംകാരത്തിന്, പ്രണവത്തിന് അർത്ഥം പറഞ്ഞു. പ്രണവം കൊണ്ട് എന്താണ് കുറിക്കുന്നത്? അകാരം, ഉകാരം, മകാരം, ഈ മൂന്നും ചേർന്നതാണ് ഓംകാരം. ഈ പ്രണവശബ്ദം എന്താണ് കുറിക്കുന്നത് എന്ന് പറയാനാണ് മാണ്ഡുക്യ ഉപനിഷത്ത് മുഴുവൻ. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. അകാരം ജാഗ്രതാണ്, ഉകാരം സ്വപ്നമാണ്, മകാരം സുഷുപ്തിയാണ്. ഓം എന്ന് പറഞ്ഞുണ്ടാവുന്ന വിശ്രാന്തിയുണ്ട്, ആ സൈലൻസ്, ആ മൗനം, അത് അമാത്ര തുരീയം ആണ് എന്നൊക്കെ മാണ്ഡുക്യ ഉപനിഷത്ത് പറഞ്ഞു. തസ്മാത് അതുകൊണ്ട് ഓം ഇതി ഉദാഹൃത്യ, ഓം എന്ന് ഉച്ചരിച്ചുകൊണ്ട് യജ്ഞദാന തപഃക്രിയാഃ, യജ്ഞം, ദാനം, തപസ്, മറ്റു ക്രിയകളൊക്കെ തന്നെ പ്രവർത്തന്തെ, എന്ത് വൈദിക കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ആരംഭത്തിൽ ഓം എന്ന് പ്രണവമുച്ചരിച്ചുകൊണ്ടാണ്. പിന്നീട് നമുക്കത് ഹരിഹി ഓം എന്ന് ഹരിശബ്ദമൊക്കെ ചേർത്തുകൊണ്ടുവന്നു. വൈദികമായിട്ട്, ശ്രൗതമായിട്ട് ഓം എന്നേ ഉള്ളൂ. ഓം ഇതി ഉദാഹൃത്യ യജ്ഞദാന തപഃക്രിയാഃ പ്രവർത്തന്തെ വിധാനോക്താഃ സതതം ബ്രഹ്മവാദിനാം. ബ്രഹ്മവാദികളൊക്കെ അങ്ങനെയാണ് വൈദിക കർമ്മങ്ങളൊക്കെ ചെയ്യാം. തദിത്യനഭിസന്ധായ ഫലം യജ്ഞതപഃക്രിയാഃ ദാനക്രിയാശ്ച വിവിധാഃ ക്രിയന്തെ മോക്ഷകാംക്ഷിഭിഃ. തത് ഇതി അനഭിസന്ധായ, തത് ഇതി ബ്രഹ്മാവിധാനം സമുച്ചാര്യ. തത് ശബ്ദം ബ്രഹ്മത്തിനെ കുറിക്കുന്നു. തത് ത്വം അസി. അനഭിസന്ധായ യജ്ഞാദികർമ്മണഃ ഫലം, അതിന്റെ ഫലത്തിനെക്കുറിച്ച് ചിന്തിക്കാതെ, അതിനെക്കുറിച്ച് ഇച്ഛിക്കാതെ, യജ്ഞ തപഃക്രിയാഃ, യജ്ഞക്രിയാശ്ച തപഃക്രിയാശ്ച, യജ്ഞ തപഃക്രിയാഃ ദാനക്രിയാശ്ച വിവിധാഃ, യജ്ഞം, ദാനം, തപസ് എന്നുള്ളതൊക്കെ തത് എന്ന് ഭഗവാനെ, ആ ആത്മവസ്തു എല്ലാവരുടെ ഉള്ളിലും ആത്മാവായി ഭഗവാൻ ഇരിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് എല്ലാവരെയും ഒന്ന് നമസ്കരിക്കാം. ഇവരെയൊക്കെ നമസ്കരിക്കാൻ യോഗ്യതയുണ്ടോ എന്ന് അന്വേഷിച്ചാൽ നമസ്കരിക്കാൻ ആരും കിട്ടില്ല നമുക്ക്. വൈദിക കർമാനുഷ്ഠാനങ്ങളിൽ തന്നെ ശ്രാദ്ധാദി കർമ്മങ്ങൾക്ക് ഇന്ന വേദം പഠിച്ച ബ്രാഹ്മണൻ വേണം, അയാൾക്ക് ഇന്ന യോഗ്യതകൾ ഉണ്ടാവണം, അയാളിൽ ഇന്ന ദോഷങ്ങൾ ഉണ്ടാവരുത്, വ്യാധികൾ ഉണ്ടാവരുത്, സാമുദ്രിക ലക്ഷണം ഇങ്ങനെയൊക്കെ വേണം എന്നൊക്കെ മനു സ്മൃതിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാപ്പോ ശ്രാദ്ധ കൂട്ടാതിരിക്കേ വഴിയുള്ളൂ. എത്ര തെരഞ്ഞാലും അങ്ങനെ കിട്ടില്ല. അപ്പോ ഈ സ്മൃതിക്ക് പ്രാധാന്യമോ ശ്രുതിക്ക് പ്രാധാന്യമോ എന്ന് ചോദിക്കേണ്ടി വരും. ശ്രുതി പറയണത് അങ്ങനെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, എല്ലാവരുടെ ഉള്ളിലും ആ പരമേശ്വരൻ ചൈതന്യസ്വരൂപേണ ഇരിക്കണം. നമ്മൾ നല്ല ആളുകളെന്ന് പറയുന്ന ആളുകൾ പോലും കുറച്ചു ദിവസം പഴകി കഴിയുമ്പോൾ എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ചെയ്യും. നമ്മൾ വലിയ വലിയ മഹാത്മാക്കളുടെ അടുത്ത്, രമണ മഹർഷിയുടെ അടുത്തും രാമകൃഷ്ണ പരമഹംസരുടെ അടുത്തും ബുദ്ധന്റെ അടുത്തും
ശങ്കരാചാര്യരുടെ അടുത്തൊക്കെ അടുത്തിരുന്നിട്ട് ദേഷ്യപ്പെട്ടു പോയ ആളുകളുണ്ട്. അവരിൽ പല കുറ്റങ്ങളും കണ്ട് ആരോപിച്ച് എത്ര വലിയ ആളുകളുടെ അടുത്തിരുന്നാലും അവരുടെ അടുത്ത് ഇരുന്ന് പഴകിയിട്ട് പോലും അവരിൽ കുറ്റം കണ്ടുപിടിച്ച് പോവാൻ സാധിക്കും. അപ്പോ നിങ്ങള് ഇവരിലൊക്കെ നന്മകൾ കണ്ടിട്ട് അവരൊക്കെ നല്ലത് കണ്ടിട്ടേ നിങ്ങൾക്ക് ആരാധിക്കാനും ബഹുമാനിക്കാനും ഒക്കെ പറ്റുള്ളൂ എങ്കിൽ സാധ്യമേ അല്ല. അതുകൊണ്ടാണ് ഭാഗവതത്തില് ഒരു സന്ദർഭത്തിൽ നാരദൻ പറയണു, ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ ഇവരൊക്കെ പോലും സമാധിസ്ഥിതരായിരുന്നു എന്ന് പറയുന്നു നാരദൻ. അവര് ഭഗവാനെ വെറുത്ത് ഇന്റൻസ് ആയിട്ട് ഭഗവത് ധ്യാനം ചെയ്തിരുന്നു അത്രേ. അതുകൊണ്ട് വേണമെങ്കിൽ അവരെ ഒന്ന് നമസ്കരിക്കാമെന്നർത്ഥം. സംഭൃത സമാധി എന്നാണ്, സംരംഭ സംഭൃത സമാധി. വെറുപ്പ് കൊണ്ട് മനസ്സിനെ കളക്ട് ചെയ്ത് ഭഗവാന്റെ അടുത്ത് വെച്ചിരുന്നു എന്നാണ്. എന്നുവെച്ചാൽ അവരോട് പോലും വിരോധം വരാതിരിക്കാനുള്ള ഒരു വഴിയാകും. അതുപോട്ടെ, നമ്മൾ ഈ ഗുണം ദോഷം ആരുടെയെങ്കിലുമൊക്കെ ക്യാരക്ടറൊക്കെ നോക്കിയിട്ട് അവരെ റെസ്പെക്ട് ചെയ്യാനൊന്നും പറ്റില്ല. മൊത്തത്തിൽ അങ്ങോട്ട് തീരുമാനിച്ചുകൂടാ, എല്ലാവരും ആത്മാ തന്നെ. തത് ഇതി ആശ്രിത്യ തസ്യ സ്വഭാവം അനഭിസന്ധായ, അവരിൽ തത് എന്ന് സ്വീകരിച്ച് അവരെ ആത്മവസ്തുവായി സ്വീകരിച്ച് അവരുടെ വ്യക്തിത്വമോ അവരുടെ പ്രകൃതിയോ ഒക്കെ നോക്കിയാൽ നിങ്ങളെ എല്ലാവരിലും കുറ്റം കണ്ടുപിടിക്കും. രമണ ഭഗവാന്റെ അടുത്ത് കുഞ്ചുസ്വാമി ഒരിക്കലും ചോദിച്ചു, ആശ്രമത്തിൽ പല ആളുകളും പല വിധത്തിൽ തെറ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്, ഭഗവാൻ ആരുടെ അടുത്തും ഒന്നും തിരുത്തണില്ല, അവര് തിരുത്താത്തത് കൊണ്ട് അവർ വിചാരിക്കുകയാണ് അവർ ചെയ്യണത് മഹർഷിക്ക് സമ്മതമാണെന്ന് വിചാരിക്കുകയാണ്, ഒന്ന് പറയരുതോ എന്ന് ചോദിച്ചു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഞാൻ யாரையுமே திருத்த வரல, நான் திருத்தணும்னு ஆரம்பிச்சா ஒரு கருப்பு காக்கா கூட இங்க பறக்க. ഞാൻ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കണം തീരുമാനിച്ചാൽ ഒരു കാക്ക പോലും പറക്കാൻ പറ്റില്ല എന്നാണ്. കാരണം എല്ലാറ്റിലും കുറ്റം ഉണ്ടാവും. ഈ പറഞ്ഞ ആളടക്കം എല്ലാവരും പെടും. അതുകൊണ്ട് ദോഷം കാണണമെങ്കിൽ അന്യസ്യ ദോഷഗുണചിന്തനമാശു മുക്ത. അതൊരു നല്ല അദ്ഭുതമായ ശ്ലോകമുണ്ട് ഭാഗവതത്തില്. ഗുണദോഷങ്ങളെ കാണരുത് എന്നാണ്. അതുണ്ട് പരസ്വഭാവ കർമാണി, അത് വളരെ വ്യക്തമാണ്. നല്ല ഇൻസ്ട്രക്ഷൻ ഉദ്ധവർക്ക് കൊടുത്തത്. അതല്ലാതെ ഒരു നല്ല അദ്ഭുതമായ ശ്ലോകം. പരസ്വഭാവ കർമാണി ന പ്രശംസേത് ന ഗർഹയേത്. എല്ലാവരും എങ്ങനെയാ ആത്മാവായിട്ട് കാണുക എന്ന് ചോദിച്ചാൽ പറഞ്ഞു, മറ്റുള്ളവരുടെ സ്വഭാവത്തിനെയോ അവരുടെ കർമ്മത്തിനെയോ ചിന്തിച്ചിട്ട് ആത്മാവായിട്ട് കാണാൻ പറ്റില്ല. ഇവരുടെ സ്വഭാവം നന്നായിട്ടുണ്ട്, ഇത് സ്വഭാവം നല്ലതായിട്ടുള്ള ആത്മാ, അങ്ങനെ കാണാൻ പറ്റില്ല. അപ്പോ അവരുടെ സ്വഭാവം എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ. അതാണ് രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞ, ആനയും നാരായണനാണ് പക്ഷേ അടുത്തു പോവരുത്, പുലി നാരായണനാണ് അടുത്തു പോവരുതെന്ന് പറഞ്ഞു. മർമ്മം അതാണ്. എന്താന്ന് വെച്ചാൽ ആ രഹസ്യം ആ സ്വഭാവത്തിനെയും കർമ്മങ്ങളെയും കണ്ടു കഴിഞ്ഞാൽ അവരിൽ ഭഗവത് ദർശനം ചെയ്യലൊന്നും നടക്കില്ല. ഇപ്പൊ ഒരു ശാളഗ്രാമം അല്ലെങ്കിൽ ഒരു ശിവലിംഗം എടുക്കണോ, അടുത്ത് ചെന്ന് നോക്കിയാൽ അതിൽ കുത്തും കുഴിയും ഒക്കെ കാണും. ചിലപ്പോ അതിൽ ചതുർഭുജമൂർത്തിയും കാണാനില്ല, കണ്ണും മൂക്കും ഒന്നും കാണാനില്ല. പക്ഷെ അവിടെ ഭഗവത് ബുദ്ധി എങ്ങനെ വരണു ഇല്ലേ? ചില മൂർത്തികളൊക്കെ നോക്കൂ, വികൃതമായിട്ട് തന്നെ ഇരിക്കും രൂപം, അങ്ങനെ തന്നെ ആരാധനയാണ്. ചിലപ്പോ പെർഫെക്റ്റ് ആയിട്ടൊന്നും ഇരിക്കില്ല. അതെന്തിനാ അങ്ങനെ എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ കാണണം. പരസ്വഭാവ കർമാണി ന പ്രശംസേന്ന ഗർഹയേത് വിശ്വം ഏകാത്മകം പശ്യൻ. വിശ്വത്തിനെ ഒരു ആത്മവസ്തുവായിട്ട് കാണാം. പ്രകൃത്യാ പുരുഷേണ, അവരുടെ പ്രകൃതിയിലുള്ള ദോഷം എന്തൊക്കെ വിധത്തിലുണ്ടോ അങ്ങനെ തന്നെ അവർ പൂർണ്ണമാണ്. അവരെങ്ങനെയുണ്ടോ അങ്ങനെ പൂർണ്ണം. അങ്ങനെ കണ്ടിട്ട്, പക്ഷെ അങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മൾ അവരുടെ അടുത്ത് പോയി ഇടപഴകാനൊന്നും പറ്റില്ല. പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ടാവും.
അതുകൊണ്ട് എന്താ? അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാത്തിനെയും വിട്ടാൽ എല്ലാത്തിനെയും ആത്മാവായിട്ട് കരുതാം. ഒന്നിനോടും ഇടപഴകാതെ, ഒന്നിൽ നിന്നും ഫലം ഒന്നും പ്രതീക്ഷിക്കാതെ വിട്ടുനിൽക്കാമെങ്കിൽ തത് എന്ന് അനുസന്ധാനം ചെയ്യാൻ പറ്റും. ദൂരത്തുള്ള മലയൊക്കെ നല്ല സുന്ദരമാണ്. ആ മലയുടെ അടുത്ത് പോയാൽ കല്ല്, കുത്തല്, പുലി, കരടി, കുറുക്കനൊക്കെ ഉണ്ടാവും. ദൂരത്തുനിന്ന് കാണും. ഹൗ ബ്യൂട്ടിഫുൾ. ഫോട്ടോ എടുത്ത് അടുത്ത് ചെന്ന് നോക്കുമ്പോ കാണും. അപ്പോ ആ അടുത്ത് ചെന്ന് നോക്കലല്ല യാഥാർത്ഥ്യം, ആ ദൂരത്ത് നിന്ന് കാണുന്നത് തന്നെ യാഥാർത്ഥ്യം. അവർക്ക് അവരുടെ സ്വാതന്ത്ര്യമുണ്ട്. അവരവരുടെ സ്വാതന്ത്ര്യത്തിൽ ഇരിക്കട്ടെ. ദൂരത്തുനിന്ന് കണ്ട് ഏകാത്മകം പശ്യൻ. നമ്മൾക്ക് ഒരു വലിയ സിദ്ധി നേടാനുണ്ട്. എന്താന്ന് വെച്ചാൽ എല്ലാവരെയും ആത്മാവായിട്ട് കാണുക. പക്ഷെ ആ സിദ്ധിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാവരും ആത്മാവാണെന്ന് നിശ്ചയിച്ചാൽ മതി. പക്ഷെ പഴകാൻ പോയാൽ സാധിക്കില്ല. അതൊരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ധാർമ്മികമായിട്ട് വേണ്ടത്ര വ്യവഹാരം ചെയ്തു, ദൂരത്ത് നിന്ന് എല്ലാവരെയും ആത്മസ്വരൂപമാണെന്ന് നിശ്ചയിച്ചു, നമുക്ക് സമാധാനമായി, ശാന്തമായി. ത്യാഗത്തോടുകൂടി ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ വിദ്യ പ്രാക്ടിക്കലാവുന്നു. ഇതിപ്പോ മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും. ആരെങ്കിലും കുറച്ചുപേര് മനസ്സിലാക്കാനുള്ളവർ, യോഗ്യതയുള്ളവരുണ്ടാവും. അവർക്ക് വേണ്ടി പറയാണ് ഞാനിപ്പത്. തദിത്യനഭിസന്ധായ ന സ്തുവീത ന നിന്ദേത കുർവത സാധു അസാധുവ വർജിതോ ഗുണദോഷാഭ്യാം വദതോ ഗുണദോഷാഭ്യാം വർജിത സമദൃങ്മുനി. അദ്ഭുതമായ ശ്ലോകം. ന സ്തുവീത ന നിന്ദേത. ആരെയും സ്തുതിക്കും വേണ്ട, നിന്ദിക്കും വേണ്ട. അതിന് കാരണം ഉണ്ടായാലെന്താണ്? ന സ്തുവീത ന നിന്ദേത കുർവത സാധു അസാധുവ. നമ്മളുടെ കൺമുമ്പിൽ വെച്ച് വലിയ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു, ഒന്നും പറയാൻ പോണ്ട. പറയാൻ കൊള്ളാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു, വളരെ മോശമായ കാര്യങ്ങളൊക്കെ ചെയ്തു. അതും ഒന്നും കണ്ണും കാണരുത്, ചെവിയും കേൾക്കരുത്. വദതോ ഗുണദോഷാഭ്യാം വർജിത. ഇത് ഗുണം, ഇത് ദോഷമെന്ന് പറയാതെ അത് ഒന്ന് വിട്ടുനിന്നു. സമദൃങ്മുനി. ആ സമദർശിത്വം. ഇതൊക്കെ ഗീതയ്ക്ക് വ്യാഖ്യാനം ഭാഗവതം ചെയ്യാണ്. ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനം ഏതെങ്കിലും ഭാഷ്യം നോക്കണം പോലും വേണ്ട, ഭാഗവതം എടുത്തു നോക്കിയ വ്യാഖ്യാനമാണ്. എങ്ങനെ സമദർശിത്വം ഉണ്ടാവും? ഇതൊക്കെ ഇതിനേക്കാളും പ്രായോഗിക എന്ത് പറയാൻ പറ്റും? പറയൂ. എല്ലാവരുടെയും പ്രശ്നത്തിനൊക്കെ പരിഹാരമായി. ഈ കുട്ടികൾ അങ്ങനെ ചെയ്യണു, ഭർത്താവ് എങ്ങനെ ചെയ്യണു, ഭാര്യ എങ്ങനെ ചെയ്യണു, അല്ലേ? ഇതൊക്കെ കണ്ണും കാണാൻ പാടില്ല, ചെവിയും കേൾക്കാൻ പാടില്ല. എന്നിട്ട് പറഞ്ഞോളൂ സർവവും ആത്മാ. എന്നുവെച്ചാൽ ഇത് കോൺഷ്യസ് ആയിട്ട് അങ്ങനെ തന്നെ ആ പൂർണ്ണത്വത്തിനെ സമ്മതിച്ചാൽ ശാന്തി ഉണ്ടാവും. ഇതാണ്. പക്ഷെ ഇത് പ്രായോഗികത്തിൽ വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. ഇല്ലാന്ന് ഞാൻ പറയണില്ല, ബുദ്ധിമുട്ടുണ്ടാവും. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇത് ഓർമ്മ വരുമ്പോൾ അപ്പൊപ്പൊ പ്രായോഗികമാവും. തിരി സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായത്തെ മഹതോ ഭയാത് എന്ന് ഭഗവാൻ പറഞ്ഞുവല്ലോ. അതുപോലെ ഒരു 35 മാർക്ക് വാങ്ങിയിട്ടെങ്കിലും പാസ്സാവാം. 100 മാർക്കൊന്നും വാങ്ങിയിട്ടില്ലെങ്കിലും ഒരു 35 വാങ്ങി പാസ്സാവും. ഇത്തിരിയെങ്കിലുമൊക്കെ അപ്പപ്പോ ഉപയോഗപ്പെടും നമുക്ക്. അതാണ് തദിത്യനഭിസന്ധായ ഫലം യജ്ഞ തപഃക്രിയാഹ. ഫലത്തിനെ അനഭിസന്ധായ, ഫലത്തിനെക്കുറിച്ച് ചിന്തിക്കാതെ യജ്ഞം, തപസ്, ശ്രൗതസ്മാർത്ഥമായ ക്രിയകളൊക്കെ തന്നെ, ദാനം, ഇതൊക്കെ മോക്ഷകാംക്ഷികളായിട്ടുള്ളവർ ചെയ്യുന്നു. ഭഗവദ്ധ്യാനം ചെയ്തുകൊണ്ട് ഫലത്തിനെ ചിന്തിക്കാതെ. ഫലത്തിനെ ചിന്തിക്കാതെ മാത്രം ചെയ്താൽ പോരാ. നല്ലവണ്ണം ഓർത്തോളം. കർമ്മയോഗം എന്ന് പറയുന്നത് ഫലം ചിന്തിക്കാതെ ചെയ്യുന്നത് കർമ്മയോഗം ആവില്ല. കാരണം മെഷീനൊക്കെ അത് ചെയ്യുന്നുണ്ട്, അല്ലേ? ഇപ്പൊ ഗ്രൈൻഡറിലിട്ട് ഇത്ര അരി അരയ്ക്കണു, ഒരു ദോശ നിങ്ങൾ അതിന് തിന്നാൻ കൊടുത്തിട്ടുണ്ടോ? ഗ്രൈൻഡർക്കോ മിക്സിക്കോ ഇല്ല.
കുക്കർ ചോറുണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ അതൊക്കെ യോഗികളാണോ? എന്താന്ന് വെച്ചാൽ അതിന് ജഡമാണ് അല്ലേ, അതിന് ചേതനയൊന്നുമില്ല. അതുകൊണ്ട് ഫലേച്ഛയില്ലായ്മയല്ല. ഫലേച്ഛയില്ലായ്മയുടെ മുഖ്യ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ ഭഗവതർപ്പണമാണ്, ഭക്തിയാണപ്പോ. കർമ്മയോഗം എന്ന് പറഞ്ഞാൽ ഭക്തിയോഗമാണ്. ഫലത്തിനെ ആശിക്കണില്ല എന്ന് വെച്ചാൽ എന്തർത്ഥം? ഫലത്തിനെ ഭഗവാന് അർപ്പണം ചെയ്യാണ്. തത് ഇതി ഫലം അനഭിസന്ധായ, അങ്ങനെ അന്വയം ചെയ്യണം. ആ തച്ഛബ്ദവാച്യമായ ബ്രഹ്മത്തിനെ, ഭഗവത് തത്വത്തിനെ ധ്യാനിച്ചുകൊണ്ട് ഫലത്തിനെ അവിടെ അർപ്പണം ചെയ്തുകൊണ്ട് യജ്ഞമോ തപസ്സോ ദാനമോ ഒക്കെ ചെയ്യുന്നു. അപ്പൊ ഫലം എന്തായി? വലിയ ഫലം ഉണ്ടായി, അനന്തഫലം. എന്താ ഫലം എന്ന് വെച്ചാൽ ഈ ഫലം പുറത്തുനിന്ന് കിട്ടിയ അല്പഫലം, ഹൃദയത്തിൽ ഏർപ്പെടുന്ന ഭഗവത് ധ്യാനം ഉണ്ടല്ലോ, അത് അനന്തഫലം. അതുകൊണ്ടാണ് പുറത്തു ഫലമൊന്നും ആശിക്കാത്തത്. അനന്തമായ ഒന്ന് ഉള്ളിൽ കിട്ടി. അനന്തത്തിനെ ഉള്ളിൽ കിട്ടിയത് കൊണ്ട് പൂർണ്ണമായി അവിടെ തന്നെ. ഈ ഫലം കിട്ടിയിട്ടാവണമെന്നൊന്നുമില്ല. അവിടെ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അവിടെ ഭഗവാനെ കണ്ടു എന്നുള്ളതാണ് ഫലം, ഭഗവാന് കൊടുത്തു എന്നുള്ളതാണ് ഫലം. ഇതാണ് മോക്ഷകാംക്ഷികളായിട്ടുള്ളവരൊക്കെ ചെയ്യുന്ന വഴി എന്ന് പറഞ്ഞു. അടുത്ത ശ്ലോകം. സദ്ഭാവേ സാധുഭാവേ ച സദിത്യേതത് പ്രയുജ്യതേ പ്രശസ്തേ കർമ്മണി തഥാ സച്ഛബ്ദഃ പാർത്ഥയുജ്യതേ. സദ്ഭാവേ സാധുഭാവേ ച. സദ്ഭാവം എന്ന് വെച്ചാൽ അസ്തിത്വം, സാധുഭാവം എന്ന് വെച്ചാൽ നല്ലത്. ഒരാൾ നന്മ ചെയ്തു എന്ന് വെച്ചാൽ സാധു, മംഗളം. രണ്ടർത്ഥത്തിലും സച്ഛബ്ദ പാർത്ഥയുജ്യത്തെ. സത് എന്ന് പറയുന്നത് അർത്ഥവത്താണ്. പ്രശസ്തേ കർമ്മണി, നല്ല നല്ല മംഗളമായ കർമ്മങ്ങളിലൊക്കെ സത് എന്ന് പറയുന്നു. സച്ഛബ്ദ പാർത്ഥയുജ്യത്തെ. അടുത്തത് യജ്ഞേ തപസി ദാനേ ച സ്ഥിതി സദിതി ചോച്യത്തെ കർമ്മ ചൈവ തദർത്ഥീയം സദിത്യേവാഭിധീയത്തെ. യജ്ഞകർമ്മണി യാ സ്ഥിതി, തപസി ച യാ സ്ഥിതി, ദാനേ ച യാ സ്ഥിതി. യജ്ഞകർമ്മത്തിൽ ഒരു സ്ഥിരത, നിരന്തര യജ്ഞനിഷ്ഠനാണ്. അതേപോലെ തപസ്സിൽ നിഷ്ഠനാണ്. ദാനം കൊടുക്കുക എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ദിവസം ദാനം കൊടുക്കല്ല, അതിലും നിഷ്ഠയുണ്ട്. അപ്പൊ യജ്ഞേ തപസി ദാനേ ച സ്ഥിതി സദ് ഇതി ച ഉച്യത്തെ. അത് സത്താണ്, അത് നല്ലതാണ്, മംഗളമാണ്. കർമ്മ ചൈവ തദർത്ഥീയം, അതിനുവേണ്ടി ചെയ്യപ്പെടുന്ന കർമ്മങ്ങളുണ്ടല്ലോ, ഈ യജ്ഞങ്ങൾ, യാഗങ്ങള്, അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങൾ. ഇപ്പൊ വിഷുവിന് കൈനീട്ടം എല്ലാവർക്കും കൊടുക്കുക എന്നൊരു ചെറിയ കാര്യമുണ്ട്, വെച്ചോളൂ, അല്ലെങ്കിൽ ആരും കൊടുക്കില്ല. ഇതൊക്കെ വൈദികമായി വിധിച്ചു വെച്ച് ഇന്ന ദിവസം ഇങ്ങനെ വെച്ച് കൊടുത്തുകൊണ്ടേയിരിക്കുക. എന്തെങ്കിലും ഒരു സന്ദർഭം ഉണ്ടാക്കി കൊടുക്കുക. നല്ല വേദാധ്യയനം ചെയ്തവര് അവര് പലരെ എനിക്കറിയാം. പലരും വൈദികർക്ക് ദാനം ചെയ്യുന്ന കാര്യം പറയും, അവർക്കൊക്കെ കൊടുക്കണ കാര്യം പറയും. എനിക്ക് അറിയുന്ന ചിലര് ഉണ്ട്, അവര് വൈദികരാണ്, വേദാധ്യയനം ചെയ്തവരാണ്. പക്ഷെ അവര് കൊടുക്കുന്ന അത്ര ഈ ലൗകികരൊന്നും കൊടുക്കില്ല. കാരണം അവർക്ക് ശാസ്ത്രം വിഷയം അറിയണതുകൊണ്ട് എളുപ്പത്തില് സ്വർണവും മറ്റുമൊക്കെ എടുത്ത് കൊടുത്തുകൊണ്ടേയിരിക്കും. പരമലൗകികന്മാര്, മഹാധനവന്തന്മാര്, വലിയ പണക്കാര് ഒരു ശ്രാദ്ധകർമ്മം ചെയ്യണം, ഒരു നല്ല കാര്യം ചെയ്യണം ചെയ്യുമ്പോൾ പുരോഹിതനെ വിളിച്ചാൽ, വൈദികനെ വിളിച്ചാൽ അയാൾക്ക് ഇതിന് ഇത്രയാവൂ, എന്തൊക്കെയോ വൃത്തികേടുകളുടെ ചെലവാക്കും.
എനിക്കറിയാം ഒരു വൈദികൻ നല്ല വേദാധ്യയനം ചെയ്ത എന്തെങ്കിലും ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ മഹാത്മാവിനെ കാണാൻ ചെന്നാൽ ഒരു പവൻ എടുത്ത് കൊടുക്കും. അദ്ദേഹത്തിന് എവിടെന്നെങ്കിലും കിട്ടിയതായിരിക്കും, വെച്ചിട്ടുണ്ടാവും, അതങ്ങോട്ട് എടുത്ത് അപ്പൊ കൊടുക്കും. ഇടയ്ക്കിടയ്ക്ക് തന്റെ തന്നെ അടുത്ത് പഠിക്കുന്ന വേദാധ്യയനം ചെയ്യുന്ന കുട്ടികളെയൊക്കെ പിടിച്ചിരുത്തിയിട്ട് എനിക്ക് ഇത്തിരി കാല് വേദനിക്കണം, നിങ്ങളിങ്ങനെ ദേവീ മഹാത്മ്യം പാരായണം ചെയ്യുന്നു പറയും കുട്ടികൾ. അവരൊക്കെ പഠിച്ചവരൊക്കെ പറഞ്ഞതാ എന്നോട്, ഇത്തിരി പാരായണം ചെയ്യുന്നു. ആ കുട്ടികളൊക്കെ കുറച്ചു നേരം മതി നിങ്ങൾക്കൊക്കെ വിശക്കണുണ്ടാവും, നിർത്തിക്കൊടുക്കുന്നു. അവർക്കൊക്കെ ഒരു 1000 രൂപ 2000 രൂപ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കും. ഒരു വഴി കണ്ടുപിടിക്കുകയാണ് കൊടുക്കാനൊരു സന്ദർഭം ഉണ്ടാക്കുകയാണ്. പലപ്പോഴും ലൗകികന്മാരെ ഇത്ര ചെയ്യില്ല, അവർ കണക്ക് നോക്കും. നമ്മൾ സാധാരണ കാണുന്ന വൈദികരെയും ഫലേച്ച് അതിൽ സ്വാർത്ഥമായിട്ടുള്ളവരെയും നിങ്ങൾ ദൃഷ്ടാന്തം പറയണ്ട. അങ്ങനെ അല്ലാത്തവരും ഉണ്ട് എന്നുള്ളതിന് പറയാണ് ഞാൻ. അങ്ങനെയുള്ളവരെ മാത്രം ദൃഷ്ടാന്തം പറയണ്ട, അങ്ങനെ അല്ലാത്തവരുണ്ട്. അതിനെ ജീവിതശൈലിയാക്കി മാറ്റിയവർ, ശ്രുതിപ്രോക്തമായ വഴിയിലിരിക്കണവര്, അവര് ദേയം ദീനജനായ ച വിത്തം, അർഹതയുള്ളവന് പാത്രത്തിൽ ദാനം ചെയ്യാം, അതൊരു തപസ്സാക്കി മാറ്റി. ദാനമെന്ന് പറയുന്നത് ഒരു ഭഗവതാരാധനയാക്കി മാറ്റാം. കൊടുക്കുന്ന ആളാണ് ബെനിഫിറ്റഡ് ആവുന്നത്. അതുകൊണ്ടാണ് ദാനം വാങ്ങിക്കുന്ന ആള് മേലെ നിർത്തി നമസ്കരിച്ച് പൂജിച്ച് ആ വാങ്ങിച്ചതിനൊരു ദക്ഷിണയും കൊടുത്തിട്ടാണോ കൊടുക്കുക വൈദികമായിട്ട് നമ്മൾ. യജ്ഞേ തപസി ദാനേച സ്ഥിതി, അതൊരു പഴക്കമാക്കി തീർക്കണമെന്നാണ്. നമ്മൾ എന്തു കൊടുക്കണമെന്നുള്ളത് പോലും മുഖ്യമല്ല, ഒരു സന്ദർഭം. നർമ്മദ പരിക്രമ ചെയ്ത ഒരു സ്വാമി എന്റെ അടുത്ത് പറഞ്ഞു. അവിടെ അദ്ദേഹം ആശ്ചര്യപ്പെട്ടു പറഞ്ഞു, അയ്യോ എന്തൊരു ധർമ്മം, അപ്പ വിശ്വസിക്കാൻ പറ്റില്ല നമുക്ക് അവരെ കണ്ടു കഴിഞ്ഞാൽ. പരമദാരിദ്ര്യമാണ്. പോകുന്ന കാടുകളിൽ ഉള്ളിലൊക്കെ ചെറ്റക്കുടിലുകള്. പക്ഷെ അവര് സന്യാസികൾക്ക് എന്തു വേണമെങ്കിലും കൊടുത്തിട്ട് അവരൊന്നും ഇല്ലാതിരിക്കും. അവിടെയൊക്കെ ഓരോരോ പാത്രം വെച്ച് അതില് പരിപ്പും ഇത്തിരി അത്രയൊക്കെ ഉണ്ടാവുള്ളൂ, ഗോതമ്പ് എന്തെങ്കിലുമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവും. അത് ഇവർക്ക് വേണ്ടിയിട്ടാണ്, ഭിക്ഷയ്ക്ക് വേണ്ടി. അത് സന്യാസികൾ ആരും വന്നിട്ടില്ലെങ്കിൽ ഇവർ ഉപയോഗിക്കില്ല, അത് അവിടെ ഉള്ള അമ്പലത്തിൽ കൊണ്ടു കൊടുക്കും. ആ സ്വാമി പറഞ്ഞു, ഒരു വീട്ടിൽ ചിലപ്പോൾ ചെറ്റക്കുടിൽ ആരുമില്ല, ഒരു പെൺകുട്ടിയുണ്ട്, ഒരു 8 വയസ്സ് കുട്ടി, ഒരു കീറിയ പാവാടയൊക്കെ ഇട്ട്. ഈ സ്വാമി കണ്ട അച്ഛനോ അമ്മയോ ഒന്നുമില്ല അവിടെ. ആ കുട്ടി വേഗം ആ പാവാടയിൽ ആ ഫ്രോക്ക് പോലെയുള്ള അതിലിങ്ങനെ കുറച്ച് ഉരുളക്കിഴങ്ങ് വേവിച്ചത് എടുത്തിട്ട് ഇങ്ങനെ വന്ന് കൊണ്ടു കൊടുക്കാൻ വന്നു. അപ്പൊ ഈ സ്വാമി പറഞ്ഞു, ഇല്ല ആരുമില്ല വീട്ടിൽ, ഇതേ ഉള്ളൂ നിങ്ങളുടെ അടുത്ത്, വേണ്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അച്ഛൻ വന്നു. അയാളൊരു കാട്ടു ജോലിക്കാരനാണ്. കാട്ടില് ഓടി വന്നിട്ട് പറഞ്ഞു, മഹാരാജ് ഇത് സ്വീകരിച്ചോളാ, ഇത് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ എന്റെ മകൾക്ക് കൊടുക്കണ പഴക്കം പോവും. ഭഗവത്ഗീത ഒന്നും വേണ്ട, സത്സംഗം കൊണ്ടുവന്ന പഴക്കാതെ. ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. അപ്പോ സത്സംഗത്തിന്റെ മഹിമയാണതൊക്കെ, സാധുസംഘത്തിന്റെ വൈഭവമാണ്. സർവസംഘ പരിത്യാഗികളുടെ സംഘം കിട്ടണം. അങ്ങനെ സംഘം കിട്ടിയാലേ അത് ഉത്തമ സത്സംഗം എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ഇതൊക്കെ സഹജമായിട്ട് വരിക. യജ്ഞേ തപസി ദാനേച്ച സ്ഥിതി സദിച്ച ഉച്ചതി. യജ്ഞത്തിലൊരു നിഷ്ഠ, തപസ്സിലൊരു നിഷ്ഠ. തപസ് ചെയ്യുന്നവരെ കണ്ടു പഴകുമ്പോൾ തപസ്സിലൊരു നിഷ്ഠ വരും, നിത്യാനുഷ്ഠാനത്തിലെ നിഷ്ഠ വരും, സന്ധ്യാവന്ദനാദികളിലെ നിഷ്ഠ വരും. അല്ലാതെ സന്ധ്യാവന്ദനം ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ചെയ്യും? വീട്ടിൽ ആരെങ്കിലും ചെയ്തുകൊണ്ടേ ഇരിക്കണത് കാണുമ്പോൾ കണ്ടുകൊണ്ടേ ഇവർ വളർന്നു വരുമ്പോൾ ഇവരും ചെയ്യും. ദാനേജ സ്ഥിതി സദിച്ച് ഉച്ചത്തെ. അതേപോലെ തന്നെ ദാനം, വീട്ടിൽ അച്ഛനും അമ്മയും മുത്തശ്ശനും ഒക്കെ കൊടുക്കുന്ന പഴക്കണ്ടെങ്കിൽ കുട്ടികൾക്ക് വരും സഹജമായിട്ട്. കർമ്മജൈവ തദർത്ഥീയം സദിത്യേവ അഭിധീയത്തെ. ഈ അധ്യായത്തിലെ മംഗളശ്ലോകം, പൂർത്തിശ്ലോകം
എല്ലാം ശ്രദ്ധ കൊണ്ടാണ് സാധിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ആ ശ്രദ്ധയെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് ഭഗവാൻ ഈ അധ്യായത്തിനെ പൂർത്തിയാക്കാണ്. അശ്രദ്ധയാഹുതം ദത്തം തപസ്തപ്തം കൃതം ചയത് അസദിത്യുച്യത്തെ പാർത്ഥ ന ച തത്പ്രേത്യനോ ഇഹ. ഹേ പാർത്ഥ, അശ്രദ്ധയാ ഹുതം ദത്തം തപഃ തപ്തം കൃതം ചയത്. ശ്രദ്ധ കൂടാതെ ചെയ്യപ്പെടുന്ന ഹോമം, ശ്രദ്ധ കൂടാതെ കൊടുക്കപ്പെടുന്ന ദാനം, അവജ്ഞയോടുകൂടെ അല്ലെങ്കിൽ ഭാവമില്ലാതെ കൊടുക്കപ്പെടുന്ന ദാനം, തപസ്, ചെയ്യപ്പെടുന്ന ശ്രദ്ധയില്ലാതെ ചെയ്യപ്പെടുന്ന തപസ്സൊക്കെ ഓർ ചെയ്യപ്പെടുന്ന എന്ത് കർമ്മങ്ങളാവട്ടെ അസദിത്യുച്ഛതയെ പാർത്ത് അത് ജഡമായിട്ട് പോകും. അതിനൊരു സ്പിരിച്വൽ ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. അത് ഇവിടേക്കും പ്രയോജനപ്പെടില്ല, അവിടേക്കും പ്രയോജനപ്പെടില്ല എന്നുവെച്ചാൽ നചതത് പ്രേത്യ നോ ഇഹ. മരണത്തിന് ശേഷം ഉത്തമ ലോകങ്ങളെ പ്രാപിക്കാനായി ലിംഗശരീരത്തില് ഭാവം, ഭക്തി, ധ്യാനം അങ്ങനെയും വരില്ല. സ്ഥൂലമായി ഈ ലോകത്തിലും അയാൾക്ക് നന്മകളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ശ്രദ്ധയാദേയം. വേദം പറഞ്ഞു കൊടുക്കുമ്പോ ശ്രദ്ധയോടുകൂടെ കൊടുക്കണം. അശ്രദ്ധയാ അദേയം. ശ്രദ്ധ കൂടാതെ ഉള്ള ദാനം പാടില്ല. അതൊക്കെ മുമ്പേ നമ്മൾ പറഞ്ഞു. ഭയത്തോടുകൂടെ കൊടുക്കണം, ലജ്ജയോടുകൂടെ കൊടുക്കണം, അറിവോടുകൂടെ കൊടുക്കണം. ദാനം മാത്രമല്ല, തപസ്, ഒരു പൂജ, ഒരു കർമാനുഷ്ഠാനം എല്ലാം ശ്രദ്ധയോടുകൂടെ ചെയ്യണം എന്ന് പറയാണ്. തഥാ അശ്രദ്ധയൈവ കൃതം ചയത് സ്തുതി നമസ്കാരാദി തത്സർവം അസദിത്യുച്യത്തെ മത്പ്രാപ്തി സാധന മാർഗബാഹ്യത്വാത്. ഭഗവത് പ്രാപ്തിക്ക് സാധനമായ ഭക്തിക്ക് കാരണമാവില്ല അത് എന്ന് പറഞ്ഞു. നോ അപി ഇഹാർത്ഥം സാധുഭി നിന്ദിതത്വാദിതി. ഇവിടെയും അവന് പ്രയോജനപ്പെടില്ല. അതുകൊണ്ട് ശ്രദ്ധയോടെ ഭക്തിയോടെ ഈ ജീവിതം തുടർന്നു പോവാനായിട്ട് നമുക്ക് നമ്മളുടെ ശാസ്ത്രത്തില്, നമ്മളുടെ ധർമ്മത്തില്, അധ്യാത്മസാധനയില് ഭഗവാൻ ശ്രദ്ധ നൽകട്ടെ. ശ്രദ്ധ എന്നുള്ള ഒരു സമ്പത്ത് ആണ് നമുക്ക് സമ്പാദിക്കാനുള്ളത്. ശ്രദ്ധയും ഭക്തിയും ധ്യാനയോഗവും നമുക്ക് ഭഗവാൻ തന്നാൽ നമ്മളുടെ ജീവിതം ധന്യമായി പൂർണ്ണമായി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ സർവമംഗളമായ ഈ യജ്ഞം, ഈ വർഷത്തെ യജ്ഞം നമ്മളിവിടെ പൂർത്തിയാക്കാണ്. അടുത്ത പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ 18ാമത്തെ അധ്യായം, അതായത് ഭഗവത്ഗീതയുടെ പൂർത്തിയാണ്. അതൊന്നില് രാവിലെയും വൈകിട്ടും ഒക്കെ ആയിട്ട് കോയമ്പത്തൂർ വെച്ച പോലെ ചെയ്യുമായിരിക്കാം നമ്മൾ. അല്ലെങ്കിൽ ചിലപ്പോൾ 2 ഭാഗമായിട്ട് ചിലപ്പോൾ പിരിഞ്ഞു പോയേക്കാം. അതെങ്ങനെയാണെങ്കിലും നമ്മൾ അടുത്ത വർഷം കാണാം. അത് അടുത്ത പ്രാവശ്യം എപ്പോൾ നടക്കുമോ അപ്പോ ഈ ഗീതയുടെ മംഗള പരിസമാപ്തിക്കുള്ള ആ യജ്ഞം നമ്മൾ അടുത്ത എപ്പോൾ സന്ദർഭമോ അപ്പം കാണും. ഈ യജ്ഞം 23 വർഷമായിട്ട് നടക്കണമെന്ന് പറഞ്ഞു. എല്ലാവരും ഒരേ ഒരു കുലം പോലെ, ഒരു കുടുംബം പോലെ എല്ലാം ഇത്രയും കാലമായിട്ട് പരിചയപ്പെട്ട ഭക്തന്മാരാണ്. എല്ലാവരുമായിട്ടുള്ള ആ അടുപ്പവും ഇത്രയും വർഷമായി കണ്ട മുഖങ്ങളാണ്. ചിലരൊക്കെ കൊച്ചുകുട്ടികളായിട്ട്, ഈ കുട്ടികളൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് ഇങ്ങനെ മുമ്പിലിരിക്കണവരാ. അതേപോലെ ഇവരെ പോലെ ഇരുന്നവരൊക്കെ പലരും വളരെ വലുതായും വന്നു കഴിഞ്ഞു. 23 വർഷം എന്ന് പറയുമ്പോൾ എത്രയോ വർഷങ്ങളില് പലരും ഷേപ്പ് മാറിപ്പോയി. അങ്ങനെ ഈ യജ്ഞം തുടർന്ന് ഇതുവരയ്ക്കും നമുക്ക് വന്നെത്തിയിരിക്കുന്നു.
നമ്മളെ മംഗളപരിസമാപ്തി. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി.